അസ്സലാമലൈക്കും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു അടിപൊളി ഒരു ഒഴിച്ചുകറി തയ്യാറാക്കി നോക്കിയാലോ. ചോറിനൊപ്പം സൂപ്പർ ടേസ്റ്റാണ്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നീട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. താളിക്കാനായിട്ട് കുറച്ച് കടുകും ഉലുവയും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളിയും 10-15 ചെറിയ ഉള്ളി 2 സവോളയും പൊടിയായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കൊത്തവര എടുത്തിട്ടുണ്ട്. അതും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായാൽ താളിക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നീട് അതിലോട്ട് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. പിന്നീട് അതിലോട്ട് കൊത്തവരയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഒരൊറ്റ മസാല മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴന്ന് കെട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ അതിലോട്ട് നമുക്ക് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നുണ്ട് നേരത്തെ. ആ വെള്ളവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും പുളിയെല്ലാം നോക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫസ്റ്റ് തിള വരുന്ന സമയത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെല്ലം പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെല്ലം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ കുറവാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാൻ മുകളിൽ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.